മുരിങ്ങയില വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തേങ്ങ അരയ്ക്കാത്ത നല്ല ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണ് ഞാനിന്ന് തയ്യാറാക്കാനായി പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില വൃത്തിയാക്കി എടുത്തതാണ്. ഇത് കൈകൊണ്ട് ഇതുപോലെ ഊരിയെടുക്കാം. ഇതുപോലെ ഊരിയെടുത്തിട്ട് ഞാനിത് ഓരോ ഇലയായിട്ട് നുള്ളിയെടുക്കുകയല്ല, അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ തണ്ടൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ അരിഞ്ഞ് നോർത്ത് മുരിങ്ങയില കഴിക്കുകയൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ നിങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു 6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ മുളകായതുകൊണ്ട് 6 എടുത്ത്, നിങ്ങൾ എരിവിന് ആവശ്യത്തിനുള്ള എടുത്താൽ മതി. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ടേസ്റ്റ്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളിയും 6 വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. എണ്ണ അതിൽ തന്നെ ഉണ്ട്, അത് മതി. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. അതിൽ കിടന്ന് കുറേ സമയത്ത് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. നല്ലപോലെ ഒന്ന് വാടി വന്നോട്ടെ. ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ആ മുരിങ്ങയിലയുടെ ആ കയ്പ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി നിങ്ങളുടെ പുളിക്ക് ആവശ്യത്തിനുള്ള ചേർത്താൽ മതി കേട്ടോ, എരിവും പുളിയൊക്കെ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. ഇനി ഇത് മിക്സി വെച്ച് നമുക്കൊന്ന് കറക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, കറക്കിയെടുത്തതാണിത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ചമ്മന്തി അത് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.